ശബരിമല സന്നിധാനത്തു നിന്നും MG പ്രതീഷ് തത്സമയം ചേരുകയാണ്. പ്രതീഷ്, നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണല്ലോ, എന്താണ് ഈ പ്രക്രിയയുടെ പ്രത്യേകത? നറുക്കെടുപ്പ് 8ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ ഓരോ പേരുകൾ വായിക്കുകയാണ്. ഓരോ പേര് വായിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ വെള്ളിക്കുടത്തിൽ നിന്ന് ഒരു കടലാസ് എടുക്കുന്നു. ആ കടലാസിൽ എപ്പോൾ മേൽശാന്തി എന്നെഴുതിയ ആ കടലാസ് ലഭിക്കുന്നോ ആ വ്യക്തിയായിരിക്കും ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുതൽ ശബരിമലയിലെ മേൽശാന്തി. വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് ഈ ശബരിമല മേൽശാന്തിമാരെ സംബന്ധിച്ചും. അവരും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം. SKN ചാലക്കുടി സ്വദേശിയായ പ്രശാന്ത് ED-യെ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ചാലക്കുടി സ്വദേശിയായ പ്രശാന്ത് ED ആണ് ഈ ശബരിമലയുടെ പുതിയ മേൽശാന്തി. പ്രശാന്ത് മേൽശാന്തിയായി ചാലക്കുടിയിലെ പ്രശാന്ത് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് വരുന്നത്. പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. ശബരിമല ശബരിമല സന്നിധാനത്ത് നടന്ന നറുക്കെടുപ്പിലാണ് പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് വീണ്ടും MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, പറയൂ വിവരങ്ങൾ. SKN ആകാംക്ഷ നിറഞ്ഞ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനൊടുവിൽ പ്രസാദ് ED, ഏറന്നൂർ മന, മറ്റത്തൂർ കുന്ന്, വാസുപുരം, ചാലക്കുടി, തൃശൂർ, ഇദ്ദേഹമാണ് ശബരിമലയിലെ നിയുക്ത മേൽശാന്തി. ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ED-യെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ചുരുക്കപ്പട്ടികയിൽ 9ാമത്തെ പേരുകാരനായിരുന്നു പ്രസാദ് ED. ഏറന്നൂർ മനയിൽ മറ്റത്തൂർ കുന്ന് വാസുപുരം സ്വദേശിയായ പ്രസാദ് ED ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ 53 പേരായിരുന്നു ആദ്യം പട്ടികയിൽ ഉണ്ടായിരുന്നത്. 53 പേരുടെ പട്ടികയിൽ നിന്നാണ് പിന്നീട് ആ പട്ടിക 14 പേരായി ചുരുക്കിയത്. 14 പേരിൽ നിന്നാണ് പ്രസാദ് ED-യെ ശബരിമലയുടെ നിയുക്ത മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നട തുറക്കുന്ന ആ ദിവസം മുതൽ, വൃശ്ചിക മാസത്തിൽ നട തുറക്കുന്ന ആ ദിവസം മുതൽ വരുന്ന ഒരു വർഷക്കാലം ശബരിമലയുടെ മേൽശാന്തിയായി പ്രസാദ് ED ആയിരിക്കും ചുമതലയേൽക്കുന്നത്. വളരെ കാലത്തെ ഒരു ആഗ്രഹം ഈ മേൽശാന്തിമാരെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു ആഗ്രഹമാണ് ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കുക, അയ്യപ്പനെ സേവിക്കുക എന്നുള്ള കാര്യം. അതിൽ പ്രസാദ് ED-യെയാണ് അയ്യപ്പനെ പൂജിക്കാൻ, ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കാനായി ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 14 പേരിൽ നിന്ന് പ്രസാദ് ED എന്ന പേരാണ് ഈ പന്തളം കൊട്ടാരം പ്രതിനിധിയായ കശ്യപ് വർമ്മ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത്. ആ നറുക്കെടുപ്പിനൊടുവിലാണ് ഈ പട്ടികയിലെ 9ാമത്തെ പേരുകാരനായ പ്രസാദ് ED-യെ ശബരിമല മേൽശാന്തിയായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പും നടക്കും. മാളികപ്പുറം മേൽശാന്തിമാരുടെ ചുരുക്കപ്പട്ടികയിൽ 13 പേരാണ് ഉള്ളത്. ആ 13 പേരിൽ നിന്ന് ഒരാളെ അല്പസമയത്തിനകം തിരഞ്ഞെടുക്കും. അതും പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധിയായ മൈഥിലി വർമ്മയായിരിക്കും ഒരാളെ തിരഞ്ഞെടുക്കുക. ഈ പ്രസാദ് ED ചാലക്കുടി സ്വദേശിയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ അഭിമുഖം ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ 53 പേരുടെ ചുരുക്കപ്പട്ടിക ആദ്യം തയ്യാറാക്കിയത്. ആ പട്ടികയിൽ നിന്നാണ് പിന്നീട് 14 പേരായി അത് കുറച്ച് 14 പേരിൽ നിന്ന് ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വളരെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അവർ വളരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം കൂടിയാണ് പ്രസാദ് ED-യെ സംബന്ധിച്ച്. കാരണം ഈ ഒരു വർഷക്കാലം ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കുക, അയ്യപ്പനെ സേവിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. ആ ആഗ്രഹം ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ED-ക്കാണ്. അല്പസമയത്തിനകം മാളികപ്പുറം നറുക്കെടുപ്പും നടക്കും. അതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കുകയാണ്. SKN ശബരിമല സന്നിധാനത്തു നിന്നുള്ള വിവരമാണ് കണ്ടത്. പ്രസാദ് ED, ഏറന്നൂർ മനയിലെ പ്രസാദ് ED ആയിരിക്കും ശബരിമലയിലെ പുതിയ മേൽശാന്തി. ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ പ്രസാദ് ED എന്ന് പറയുന്ന നമ്പൂതിരി. പ്രസാദ് നമ്പൂതിരിയെ മേൽശാന്തിയായി നറുക്കെടുത്ത് കഴിഞ്ഞു. ഇനി മാളികപ്പുറത്തെ മേൽശാന്തി തിരഞ്ഞെടുക്കണം. അതിനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. അതിലേക്കായിരിക്കും ഇനി കടക്കുക.
പ്രസാദ് ഇ.ഡി. ശബരിമലയിലെ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരി പ്രസാദ് നമ്പൂതിരിയായിരിക്കും ശബരിമലയിലെ പുതിയ മേൽശാന്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചാലക്കുടി ഏറന്നൂർ മനയിലെ പ്രസാദ് ഇ.ഡി. പ്രസാദാണ് ശബരിമല മേൽശാന്തി. സ്ക്രീനിൽ കാണുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെതാണ്. എം ജി പ്രദേശ് വീണ്ടും ശബരിമല സന്നിധാനത്ത് നിന്ന് ശരിയാണ്. ഈ മാളികപ്പുറം മേൽശാന്തി എടുക്കാനുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണോ? ഇനി അടുത്ത നടപടി എന്തായിരിക്കും? SKN അടുത്തതായി മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളാണ്. 13 പേരാണ് മാളികപ്പുറം മേൽശാന്തിമാരുടെ ചുരുക്കപ്പട്ടികയിലുള്ളത്. 13 പേരിൽ നിന്നായിരിക്കും ഇതേ രീതിയിൽ ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുത്ത അതേ രീതിയിൽ മാളികപ്പുറം മേൽശാന്തിയെയും തിരഞ്ഞെടുക്കുന്നത്. ശബരിമല മേൽശാന്തിയായി പ്രസാദ് ഇ.ഡിയെ അല്പസമയം മുമ്പാണ് തിരഞ്ഞെടുത്തത്. ഈ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പന്തളം കൊട്ടാരം പ്രതിനിധിയായ കശ്യപ് വർമ്മ ഈ നറുക്കെടുപ്പിലൂടെ പ്രസാദ് ഇ.ഡിയെ തിരഞ്ഞെടുത്തത്. 8ാം റൗണ്ട് പിന്നിട്ട നറുക്കെടുപ്പിലാണ് 9ാം പേരുകാരനായ പ്രസാദ് ഇ.ഡിയെ ശബരിമല മേൽശാന്തിയായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചാലക്കുടി സ്വദേശിയാണ് പ്രസാദ് ഇ.ഡി. ഈ ഒരു വർഷക്കാലം ഇനി അയ്യപ്പനെ പൂജിക്കുക, അയ്യപ്പന്റെ എല്ലാ കാര്യങ്ങളും ഈ സേവിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ഈ മേൽശാന്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ച ഒരു നിമിഷം കൂടിയാണ്. ഈ 14 പേരായിരുന്നു അവസാന ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നത്. ആ 14 പേരിൽ നിന്നാണ് പിന്നീട് ഒരാളിലേക്ക് ഒരു പേര് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 53 പേരായിരുന്നു ഈ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനായി അഭിമുഖത്തിന് എത്തിയിരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് 14 പേരിലേക്ക് എത്തിയിട്ടുള്ളത്. ആ 14 പേരിൽ നിന്ന് ഇപ്പോൾ പ്രസാദ് ഇ.ഡിയെ നിയുക്ത ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉൾപ്പെടെ കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചാലക്കുടി സ്വദേശിയാണ് ഈ പ്രസാദ് ഇ.ഡി എന്ന് പറയുന്നത്. ഈ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ പട്ടികയിൽ ഈ 2 പട്ടികയിലും 7 പേർ 7 പേർ ഉൾപ്പെട്ടിരുന്നു. 7 ഒരേ പേരുകാർ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ നറുക്കെടുപ്പിന് ഉണ്ട്. കാരണം ഈ 2 ഇടങ്ങളിലെയും മാളികപ്പുറം മേൽശാന്തിയായും ശബരിമല മേൽശാന്തിയായും 7 പേർ ഇത്തവണ ഈ പട്ടികയിൽ ഒരേപോലെ ഇടം പിടിച്ചിരുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന്. SKN എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ മാളികപ്പുറത്ത് ആരംഭിക്കാൻ പോവുകയാണ്. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് പൂർത്തിയായതോടു കൂടിയാണ് ഇനി മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 13 പേരാണ് മാളികപ്പുറം മേൽശാന്തിമാരുടെ ചുരുക്കപ്പട്ടികയിലുള്ളത്. ആ ചുരുക്കപ്പട്ടികയിൽ നിന്നായിരിക്കും ഒരാളെ ഈ സമാനമായ രീതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക. മൈഥിലി വർമ്മയായിരിക്കും ആ നറുക്കെടുപ്പ് നടത്തുന്നത്. ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ മേൽശാന്തി നറുക്കെടുപ്പിനായി നേരത്തെ അപേക്ഷ നൽകിയത്. ഈ വിവിധ ജില്ലക്കാരുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ശബരിമല മേൽശാന്തിയായി തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നുള്ള പ്രസാദ് ഇ.ഡിയെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടക്കും. പാലക്കാട്, തൃശൂർ നൽകിക്കൊണ്ടിരിക്കുന്നത് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിന്റെ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അരുൺരാജ് ശബരിമല സന്നിധാനത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചാലക്കുടി സ്വദേശിയായ ഇ.ഡി. പ്രസാദ് ആയിരിക്കും ശബരിമലയിലെ മേൽശാന്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.